LDC 2027 40 വയസ്സാക്കിയതിനു ശേഷമുള്ള ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും LDC 2027. ജനറൽ കാറ്റഗറി 40 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ കുറെ അധികം ആളുകൾക്ക് കൂടി LDC 2027 പരീക്ഷ എഴുതാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും, എങ്ങനെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങണം, പ്രത്യേകിച്ച് പരീക്ഷ കുറെ നാളായിട്ട് എഴുതാതിരിക്കുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ പരിശോധിക്കാം. മക്കളെ, LDC നോട്ടിഫിക്കേഷൻ ഇനി എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 503/2023 കാറ്റഗറി നമ്പറിലുള്ള നോട്ടിഫിക്കേഷൻ ആണ്. 30/11/2023 ആയിരുന്നു നോട്ടിഫിക്കേഷൻ ഡേറ്റ്. 26,500 മുതൽ 60,700 വരെയാണ് സാലറി. അത് 12th പേ കമ്മീഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 34,000-ഓളം സാലറി ആകാവുന്ന ഒരു പോസ്റ്റ് ആയിട്ട് ഏത് മാറും? LDC മാറും. കുറച്ചുകൂടി ആകർഷണമുള്ള, കുറച്ചുകൂടി പ്രാധാന്യമുള്ള ഒരു പോസ്റ്റ് ആയിട്ട് LDC നോട്ടിഫിക്കേഷൻ മാറും. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷനോ 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള, എത്ര ഉയർന്ന യോഗ്യതയുള്ള ആളുകൾക്കും ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയും, സ്ത്രീ പുരുഷ ഭേദമന്യേ. അങ്ങനെയാണെങ്കിൽ എന്താണ് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ 2026 തന്നെ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. 2026 അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ആർക്കൊക്കെ 2027 നടക്കാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയും? മക്കളെ നോക്കിക്കോളാം, ആർക്കൊക്കെ അപേക്ഷിക്കാം. നമുക്കറിയാം, ഏജ് ഇപ്പൊ റിവൈസ് ചെയ്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളൊരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഈ വരാൻ പോകുന്ന LDC നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണെങ്കിൽ, അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ആളാണ് നിങ്ങളെങ്കിൽ, ഒന്നുകൂടെ പറയാം, 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ പറ്റും. കഴിഞ്ഞ തവണയോ അത് 1987 2005 ഇടയിലായിരുന്നു. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ പ്രത്യേകത 1987 ആയിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ 1986 മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ നോട്ടിഫിക്കേഷനേക്കാൾ ഒരു വർഷം കൂടി കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് ഈ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറെ അധികം ആളുകൾക്ക് അവസരം വീണ്ടും ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒന്നുകൂടി എഴുതാൻ കഴിയുന്ന, നിങ്ങളിൽ പലരും ബുക്കൊക്കെ മടക്കി മാറ്റി വെച്ച ആളുകൾക്ക് വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഒരു OBC കാറ്റഗറി ആണെങ്കിലോ 18 വയസ്സിനും 43 വയസ്സിനും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. 3 വർഷം ഏജ് റിലാക്സേഷൻ. അങ്ങനെയാണെങ്കിൽ 2/1/1983 1/1/2008 ഇടയിൽ ജനിച്ച ആളുകൾക്ക്, 2/1/1983 1/1/2008 ഇടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഒരു SC/ST കാറ്റഗറി ആണെങ്കിലോ അവിടെ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണുള്ളത്. 18 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ, 18 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുണ്ട് എങ്കിൽ 2/1/1981 1/1/2008 ഇടയിൽ ജനിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. 2/1/1981 1/1/2008 ഇടയിൽ ജനിച്ച് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നിലവിലത്തെ ഏജ് ലിമിറ്റ്. ഈ ഏജ് ലിമിറ്റിൽ പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോ. കുറെ നാളായിട്ട് പഠനമൊന്നും ഇല്ലാതിരുന്ന ആളുകളാണ്. ഇപ്രാവശ്യം ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. കഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് തയ്യാറായിക്കോളാം. പക്ഷെ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാർട്ടിംഗ് ട്രബിളുകൾ കാണും. എങ്ങനെ തുടങ്ങണം, എന്ത് പഠിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ കാണും. അപ്പൊ ആ സംശയങ്ങൾ തീർക്കാനായിട്ട് മക്കളെ ഞാനൊരു സ്റ്റഡി മെത്തേഡ് പറഞ്ഞു തരാം. അതിന്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ടുള്ള കുറച്ച് നോട്ടും കൂടി ഞാൻ തരാം. ഈ ഫ്രീ നോട്ട്സ് നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിലാണ് കാണാൻ പറ്റും കേട്ടോ. സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ ഒന്ന് എടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ടെലഗ്രാമിൽ പോയിട്ട് സൂപ്പർ നോട്ട്സ് ബൈ അമൽ അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. എങ്ങനെ സെർച്ച് ചെയ്യണ്ടേ? സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിലും, നിങ്ങളിപ്പോൾ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന, അതായത് കുറേ നാളുകളായിട്ട് പഠിക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾ ആദ്യമായിട്ട് PSCക്ക് വേണ്ടി പഠിക്കുന്ന ആളാണെങ്കിലും, ഈ ഏജ് കഴിഞ്ഞു പോയത് കൊണ്ട് പഠിക്കാതെ പോയ ആളുകളാണെങ്കിലും, ഇനിയും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിലും, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും നിങ്ങൾക്കെല്ലാം ഉപകരിക്കാൻ പോകുന്ന 20 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ ഫ്രീ ആയിട്ടുള്ള നോട്ട് നമ്മൾ ടെലഗ്രാമിൽ ഇടാൻ പോവാണ്. ഈ വീഡിയോ വന്നതിന് ശേഷം ആ ഒരു നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കാണും. ധൈര്യമായിട്ട് കയറി ഡൗൺലോഡ് ചെയ്തോടാ, പ്രിന്റ് എടുത്ത് വെച്ച് പഠിച്ചോ. ഉപകാരങ്ങളുടെ മാത്രം ശ്രേണി ആയിരിക്കും ആ ഒരു നോട്ടിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഗുണം കിട്ടാൻ പോകുന്ന നോട്ടാണ്. ഒന്ന് കയറി അത് ഡൗൺലോഡ് ചെയ്തെടുത്തോ.
അപ്പൊ നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1 നിങ്ങൾ പഠിക്കണം, 2 റിവിഷൻ ചെയ്യണം, 3 മോക്ക് എക്സാം ചെയ്യണം. ഈ 3 കാര്യങ്ങളും ഉണ്ട് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. 1 പഠിക്കണം, നോർമലി നിങ്ങൾ പഠിക്കണം, ക്ലാസ് കാണണം. 2 റിവിഷൻ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. 3 മോക്ക് എക്സാം ചെയ്യണം. ഈ 3 കാര്യം കൂടി ചേരുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുക. മക്കളെ, അതിനുവേണ്ടി ഈ LDC എന്ന സ്വപ്നം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് LDC 1 റാങ്ക് 1 ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ LDC റാങ്ക് ലിസ്റ്റിൽ ആദ്യം നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള LDC 1 ബാച്ച്. ഈ ബാച്ച് മാർച്ച് മാസം 2-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുക. മാർച്ച് 2 എന്ന് പറയുന്ന ദിവസം കുറിച്ചിട്ടോടാ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന, സ്വപ്നങ്ങൾ പലതും മാറ്റിവെച്ചവരുടെ ജീവിതത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന ഡേറ്റ് ആയിരിക്കും മാർച്ച് മാസം 2-ാം തീയതി. ഈ മാർച്ച് 2-ാം തീയതി നമ്മുടെ പുതിയ LDC ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ബേസ് തൊട്ട് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കിട്ടിയിരിക്കും. എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിൽ, സിലബസ് മുഴുവനായി കവർ ചെയ്യുന്ന രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും LDC ബാച്ച്. ഇതിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണും. ഈ ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാവിലെ 12 മണിക്ക് തന്നെ അപ്പാവും. ആ ക്ലാസ്സുകളോടൊപ്പം തന്നെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സുകൾ എടുക്കാം. ആ ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് PDF പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന നോട്ട്, ആ നോട്ടിന്റെ ഡെമോയാണ് ഞാൻ പറഞ്ഞത്. അതിൽ 20 ടോപ്പിക്കുകൾ, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, നിങ്ങൾക്ക് ക്വിക്കായിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ടെലഗ്രാം ചാനൽ നമ്മൾ ഇടുന്നുണ്ട്. നിങ്ങളെ കണ്ടു ബോധിച്ച് ആപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അതിനുശേഷം മക്കളെ നിങ്ങൾക്ക് പരമാവധി മോക്ക് എക്സാമുകൾ കാണും. അത് ഡെയിലി ബേസിസിലുള്ള എക്സാം കാണും, അതേപോലെ തന്നെ വീക്ക്ലി ബേസിസിലുള്ള എക്സാമും കാണും. ഡെയിലി വീക്ക്ലി ബേസിസിൽ നിങ്ങൾക്ക് എക്സാമുകൾ കാണും, മന്ത്ലി എക്സാമുകൾ കാണും. നിങ്ങളെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊരു മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കാണും. അതേപോലെ ഒരു ടെലഗ്രാം സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആ ടെലഗ്രാമിലൂടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെ വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള അടിപൊളി ബാച്ചാണ് LDC 1 ബാച്ച്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മക്കളെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് വിളിക്കും, നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കും. അപ്പൊ ഇപ്പൊ തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ, നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബ്ലോക്ക് ചെയ്തോ, ജോയിൻ ചെയ്തോ, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഇനി നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ 8281223366 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 8281223366 നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 1 മിനിറ്റ്, വെറും 1 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി ഈ ഒരു കാര്യം ചെയ്യാൻ, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്പർ വിളിക്കാൻ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. ആ മാറ്റങ്ങൾക്ക് സൂപ്പർ നോട്ട്സും സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ധൈര്യമായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തോ. സൂപ്പർ നോട്ട്സിലെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാം. നമുക്ക് ക്ലാസ്സിൽ കാണാം, അടിപൊളിയായിട്ട് പഠിക്കാം. 2027 നമ്മളങ്ങ് തൂക്കുക. ശരിയാണോ? നിങ്ങൾ താഴെ കമന്റ് ചെയ്യ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്?